ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യഞ്ജനാക്ഷരങ്ങൾ എവിടെ വരെ പഠിച്ചു? ട വർഗത്തിൽ വരുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ. ഇന്ന് നമ്മൾ ത വർഗത്തിൽ വരുന്ന അക്ഷരങ്ങളാണ് പഠിക്കുന്നത്. വായിച്ച എല്ലാവരും. ത, ഥ, ദ, ധ, ന. ഇതാണ് ത വർഗത്തിൽ വരുന്ന 5 അക്ഷരങ്ങൾ. ഒരു പ്രാവശ്യം വായിച്ചേ. ത, ഥ, ദ, ധ, ന. നമുക്ക് ഓരോന്നും എങ്ങനെയാണ് എഴുതുന്നതെന്ന് പഠിക്കാം. എല്ലാവരും മലയാളം നോട്ട്ബുക്ക് എടുക്കണം. നമ്മൾ ബുക്കിൽ എഴുതിയാണ് പഠിക്കുന്നത്. ആദ്യം നമുക്ക് ത എന്ന അക്ഷരം എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. നമ്മളെല്ലാവരും പഠിച്ചതാണല്ലേ, റിവൈസും ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഏതക്ഷരം ഏതാ? ത. എങ്ങനെ നമ്മൾ എഴുതിയത്? താഴെ നിന്ന് നമ്മൾ റാ എഴുതി, കൈ എടുക്കാതെ അകത്തൂടെ അടുത്തൊരു റായും കൂടെ എഴുതി. ഏതക്ഷര? ത എന്ന അക്ഷരം. ഓരോ പ്രാവശ്യം എഴുതി നമ്മളത് പറയും കൂടെ വേണം. ഏതക്ഷരം ഏതാ? ത. ത എന്ന അക്ഷരം ആ പേജ് മുഴുവൻ എഴുതിയും പറഞ്ഞും പഠിക്കണം. ഇനി നമുക്ക് ഈ അക്ഷരത്തിൽ വരുന്ന വാക്കുകൾ വായിക്കാം. നോക്കിക്കേ, 2 അക്ഷരങ്ങളാണ് ഈ വാക്കിലുള്ളത്. ഏതൊക്കെയാ? ത, ല. ഇനി അത് കൂട്ടി വായിക്കാൻ പോവാം. തല. കണ്ടോ? ത, ല. ഒരുമിച്ച് വായിച്ചേ. തല. ഇനി ഈ വാക്കിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 3 അക്ഷരങ്ങളുണ്ട്. ഏതൊക്കെ അക്ഷരങ്ങൾ? ത, വ, ല. ഇനി അത് ഒരുമിച്ച് വായിച്ചേ. തവള. കണ്ടോ? നമ്മൾ വായിച്ചേ. ഓർക്ക വായിച്ചേ. ത, വ, ല. ഇനി എങ്ങനെയാണ് അത് വായിക്കുന്നത്? തവള. ഇനി ത എന്ന അക്ഷരം കഴിഞ്ഞ് വരുന്ന ഏതാ? ഥ. അത് കുറച്ചും കൂടെ ശക്തി കൊടുത്ത് പറയണം. ഥ. ഇനി അതെങ്ങനെ ഈ അക്ഷരം എഴുതുന്നതെന്ന് പഠിക്കാം. ഇതാണ് ത എന്ന അക്ഷരം. എങ്ങനെ നമ്മൾ എഴുതിയത്? താഴോട്ട് വന്ന് വലത്തോട്ട് വന്ന് മുകളിലോട്ട് പോയി വളച്ച് അകത്തോട്ട് എടുക്കണം. ഏതക്ഷരം ഏതാ? ഥ. ഒരു അക്ഷരം എഴുതിക്കേ. മുകളിൽ നിന്ന് താഴോട്ട് വന്ന് വലത്തോട്ട്, ഇനി വീണ്ടും മുകളിലോട്ട് വന്ന് വളച്ച് കൊണ്ടുവന്ന് താഴെ മുട്ടിക്കണം. കണ്ടോ? ഏതക്ഷരം ഏത്? ഥ. ഇതാണ് ത വർഗത്തിൽ വരുന്ന 2ാമത്തെ അക്ഷരം. ഏതായത്? ഥ. ഇതെല്ലാവരും എഴുതിയും പറഞ്ഞും പഠിക്കണം. ഇനി ഇത് വരുന്ന വാക്കുകൾ നമുക്ക് വായിക്കാം. ക, ധ. കഥ. എന്താ കഥ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒത്തിരി കഥകൾ കേൾക്കും, വായിക്കും അല്ലേ? സ്റ്റോറി. അതാണ് കഥ. വായിച്ച ഈ വാക്ക് കഥ. ഇത് നോക്കിക്കേ, ഒരു കുഞ്ഞിക്കോഴിയുടെ കഥ. നിങ്ങളുടെ സ്റ്റോറി ബുക്സിൽ, കഥ പുസ്തകത്തിലൊക്കെ ഈ ഒരു വാക്ക് കാണാം. പിന്നെ ഈ വാക്ക് കാണുമ്പോൾ നിങ്ങളത് വായിക്കണം. കഥ. അടുത്തത് രഥം. രഥം. എങ്ങനെയാണ് വായിക്കേണ്ടത്? ഓരോ അക്ഷരങ്ങൾ നോക്കണം, കൂട്ടി വായിക്കണം. രഥം. രഥം. 3ാമത്തെ അക്ഷരം പഠിക്കാം. ഏതായത്? ദ. ദ എങ്ങനെ എഴുതുന്നേ? ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി അകത്തോട്ടെടുത്ത് വീണ്ടും വളച്ച് അകത്തോട്ട് വരും. ഏതക്ഷരം ഏത്? ദ. നോക്കിക്കേ, ഇതാണ് ധ എന്ന അക്ഷരം. ഏതേത്? ധ. ഒരു പ്രാവശ്യം എഴുതാം. റാ പോലെ വന്ന് തോട്ടെടുത്ത് വീണ്ടും വളച്ച് അകത്തോട്ട്. ഏതക്ഷരം ഏത്? ധ. ഇനി ഇത് വരുന്ന വാക്കുകൾ. ഗ, ധ. ഗദ. ഇതേതാ വാക്ക്? ദീപം. 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 ഇനി നമുക്ക് 4ാമത്തെ അക്ഷരം. ഏതാത്? ധ. അത് കുറച്ചും കൂടെ ശക്തി കൊടുത്ത് പറയണം. ഏതാത്? ധ. അതെങ്ങനെ എഴുതുന്നതെന്ന് പഠിക്കാം. ഏതക്ഷരം ഏതാ? ധ. എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? താഴോട്ട് വന്ന് വളച്ച് മുകളിലോട്ട് പോയി അതേ വരെ കൂടെ താഴോട്ട് വന്ന് വീണ്ടും വളച്ച് മുകളിലോട്ട്. ഏതക്ഷരം ഏതാ? ധ. ഒരു അക്ഷരം എഴുതിക്കേ. ഏതേതാ? ധ. ഇനി ഈ അക്ഷരം വരുന്ന വാക്കുകൾ നമുക്ക് വായിക്കാം. ദ,
നം ധനം. വായിച്ചോ? മാമിൻ്റെ കൂടെ എല്ലാ വാക്കുകളും വായിക്കുമ്പോൾ ഉറക്കെ വായിക്കണം. ധനം ധനം. ധനുസ് ധനുസ്. വായിച്ചേ? എങ്ങനെയാണ് നമ്മൾ വായിച്ചേ? ഓരോ അക്ഷരങ്ങൾ നോക്കണം. ധനുസ്. ഇനി കൂട്ടി വായിച്ചേ. ധനുസ്. ഇനി അവസാനത്തെ അക്ഷരം ഏതാത്? ന. ന എന്ന അക്ഷരം. ഇതാണ് ഏതക്ഷരം? ഇത് ന. നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലേ. ന. ഓരോ പ്രാവശ്യം എഴുതി പറഞ്ഞ് വേണം പഠിക്കാൻ. ഏതേത്? ന എന്ന അക്ഷരം. ഇനി അക്ഷരം വരുന്ന വാക്കുകൾ. നരി നരി. നാവ് നാവ്. ഇവിടെ കണ്ടോ ദീർഘം വന്നത്? അപ്പം നീട്ടി പറയണം. നാവ് നാവ്. അപ്പോൾ നമ്മൾ നേതാ പഠിച്ചേ? താ വർഗത്തിൽ വരുന്ന 5 അക്ഷരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അത്രയും അക്ഷരങ്ങൾ നമുക്കിവിടെ എഴുതാം. ആദ്യം ഏതായിരുന്നു പറഞ്ഞേ? ത. അടുത്തത് ഈ അക്ഷരം. അതെങ്ങനെ പറയാം? ത ത ഥ. അടുത്തത് ദ. ത ഥ ദ. ധ. ഇനി ഒന്ന് വായിച്ചേ. ത ഥ ദ ധ ന. 5ാമത്തെ അക്ഷരമാണ് ന. കണ്ടോ? ഈ 5 അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. പറഞ്ഞേ. ത ഥ ദ ധ ന. അപ്പോൾ ഈ 5 അക്ഷരങ്ങളും എല്ലാവരും ആ പേജിൽ എഴുതി പഠിക്കണം. ഓരോ പ്രാവശ്യം എഴുതുമ്പോൾ പറഞ്ഞ് വേണം എഴുതാൻ. കൂടെ വാക്കുകളും വായിക്കണം. അപ്പോൾ ഇതേ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിൽ ഇത്രയും നമ്മൾ പഠിച്ചു. ക വർഗത്തിൽ വരുന്നതും ച വർഗത്തിൽ, ട വർഗത്തിൽ, ഇന്ന് നമ്മൾ പഠിച്ച ത വർഗത്തിൽ വരുന്ന അക്ഷരങ്ങൾ. ഈ ക്രമം ഓർക്കാൻ വേണ്ടി എളുപ്പത്തിലുണ്ട്. ക ച ട ത. ആദ്യത്തെ അക്ഷരങ്ങൾ, ആദ്യത്തെ ആ ക്രമത്തിൽ വരുന്ന ആദ്യത്തെ അക്ഷരങ്ങൾ പറയണം. ക ച ട ത. ബാക്കിയുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിട്ട് പഠിക്കും. നമുക്ക് ഈ അക്ഷരങ്ങളെല്ലാം ഒന്ന് വായിക്കാം. മാമിൻ്റെ കൂടെ നിങ്ങൾ ഉറക്കെ വായിക്കണം. ക ഖ ഗ ഘ ങ. ച ഛ ജ ഝ ഞ. ട ഠ ഡ ഢ ണ. ത ഥ ദ ധ ന. ഇത്രയും അക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. ഇതെല്ലാവരും എഴുതിയും പറഞ്ഞും പഠിക്കണം. വാക്കുകൾ വായിച്ച് നോക്കണം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.